ശ്രേയസ് കാസർഗോഡ് മേഖല തിരുമേനി യൂണിറ്റ് മയൂകം അയൽക്കൂട്ടത്തിന്റെ 3ാം വാർഷികം ആഘോഷിച്ചു. ആഘോഷ പരിപാടി ശ്രേയസ് തിരുമേനി യൂണിറ്റ് CDO മഞ്ജു ജേസൺ ഉദ്ഘാടനം ചെയ്തു. ശ്രേയസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 4 ചക്ര വണ്ടിയുടെ ഒരു 4 ടയർ സിസ്റ്റത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും താഴെയുള്ള ഘടകമാണ് ഇപ്പം നമ്മൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മയൂകം അയൽക്കൂട്ടം പോലുള്ള അയൽക്കൂട്ടങ്ങൾ യൂണിറ്റ്, മേഖല, കേന്ദ്ര ഓഫീസ്, അങ്ങനെ ഒരു 4 ടയർ സിസ്റ്റത്തിലാണ് ശ്രേയസ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ തിരുമേനി യൂണിറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോഴത്തെ തുടക്കത്തിൽ ജോയിച്ചേട്ടനൊക്കെ പറഞ്ഞ പോലെ 1979 രൂപീകൃതമായ സമയത്ത് നമ്മുടെ ആളുകൾക്കൊക്കെ ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ ആദ്യം ശ്രേയസ് ചെയ്തുകൊണ്ടിരുന്നത് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക, പാല്, പയർവർഗ്ഗങ്ങൾ, മീൻ, മേസുപൊടി തുടങ്ങിയ സാധനങ്ങളൊക്കെ, എണ്ണ തുടങ്ങിയ സാധനങ്ങൾ ആളുകൾക്ക് എത്തിച്ച് നമ്മുടെ തിരുമേനി മലങ്കര പള്ളിയുടെ വരാന്തയിൽ വെച്ച് അതിൽ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ നോക്കാതെ മുഴുവൻ ആളുകൾക്കും എത്തിച്ചു കൊടുക്കുകയാണ്. ശ്രേയസിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും അതാണ്. ഇതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല. നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ശ്രേയസ് പ്രവർത്തിക്കുന്നത്. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SI M നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ സ്കൂൾ പരിസരങ്ങളിൽ പുറത്തുനിന്ന് കുട്ടികളെ റാഞ്ചാൻ വരുന്ന അല്ലെങ്കിൽ കുട്ടികളെ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ടീച്ചറോട് പറഞ്ഞാൽ മതി, ഇന്ന വണ്ടി 3 ദിവസമായി എൻ്റെ സ്കൂൾ പരിസരത്ത് വരുന്നു, അതൊന്ന് ബാക്കി നമ്മൾ നോക്കിക്കോളും. അതുപോലെ നമ്മളെ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പൈസ കൂടി ചോദിക്കുക, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വാച്ച് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ മെല്ലെ മാസ്റ്റർ പറഞ്ഞാൽ ബാക്കി നമ്മൾ ചെയ്തോളും. ആ കുട്ടീൻ്റെ സ്വഭാവം നമ്മളൊന്ന് പരിശോധിച്ചോളും. പോലീസല്ല, മാസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ജനമൈത്രി പോലീസോ അത് നോക്കി ചെയ്തോളും. അപ്പം നമ്മൾ അതിനെതിരെ പോരാടിയേ പറ്റൂ. പിന്നെ നമ്മൾ ചെറുപുഴ ടൗണിൽ ലഹരീൻ്റെ വരുന്ന ചങ്ങയിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ തൽക്കാലം നിന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കൊണ്ട് ഇവിടെ വിൽപ്പന നടത്തുന്ന ഒരാളെ നമ്മൾ കഴിഞ്ഞ മാസം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം നമുക്ക് വേണം. ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ ആൾക്കാർ ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം പോരാ, വ്യാജമായിട്ട് ഇപ്പോൾ ഓണം വരുന്നതാണ്. അപ്പോൾ പല വീടുകളിലും വരുന്നുണ്ടാവും. നിങ്ങളുടെ പേരാരും നമ്മൾ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഒരാളോട് ഐഡൻറ്റിഫൈ ചെയ്യില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് പറഞ്ഞ ഉദ്യോഗസ്ഥന് നടപടി വരും. അപ്പം നിങ്ങൾ ഈ ജനമൈത്രിൻ്റെ ആൾക്കാർ ജയനുണ്ട്, സുധീഷുണ്ട്, പിന്നെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 100 വിളിച്ചാൽ മതി, 100 വിളിച്ച് കിട്ടാൽ 112 വിളിച്ചാൽ മതി. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ KK ജയൻ പെരിങ്ങാല ക്ലാസ് നയിച്ചു. നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ മേഖലകളിലെ പ്രശ്നങ്ങൾ അറിയാനും അതുപോലെ നിങ്ങളുടെ വീടുകളിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മൾ പറയാം, നേരിട്ട് പറയാം. നാട്ടിലെ മറ്റ് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറയാൻ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വേണ്ടുന്ന നടപടി എടുത്ത് തരാം. പക്ഷേ നിങ്ങളിത് പറയില്ല, കാരണം അത് പേടിയാണ്, നിങ്ങൾക്ക് പേടി. ഞങ്ങൾ ഇത് മറ്റുള്ളവരെ അറിയിക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക്. തീർച്ചയായും നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട. കാരണം പോലീസ് ഒരിക്കലും കിട്ടുന്ന വിവരം തരുന്ന ആളാരാണോ അവരുടെ പേരോ വിവരങ്ങളോ ഞങ്ങൾ പുറത്ത് പറയാറില്ല. ഞങ്ങൾ രഹസ്യമായി പോയി അത് വേണ്ട നടപടി എടുക്കുക ചെയ്യുക. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അറിയിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ നാട്ടിലും നാട്ടിലെ വളർന്ന കുട്ടികൾക്കും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കുക. അല്ലേ, നമ്മളെ കുട്ടികളൊക്കെ വളർന്നു വരുന്നതാണ്. അപ്പം നമ്മളെ കുട്ടികൾ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഇതിലേക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പം എല്ലാം എന്താ പറയുക, പക്ഷഭേദമന്യേ എല്ലാവരും ഈ ലഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മളുടെ നാടിനെയും നമ്മളെ കുട്ടികളെയും ഒക്കെ തന്നെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കും കൂടിയുണ്ട്. ജോയിച്ചൻ പറമ്പിൽ, സാലു പാലാത്തറ, സിജോ തോമസ്, KK സുജിത്, ഷിനു എബ്രഹാം, ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായ PK സുധീഷ്, K ബാബു എന്നിവർ ആശംസകൾ നേർന്നു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ,